എനിക്ക് പിന്നിൽ ഞങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് പിന്നിൽ പ്രേക്ഷകർ ഒരു മല കാണുന്നുണ്ടാവും. ഇതിൻ്റെ പേര് കൊടയത്തൂർ വിന്ധ്യൻ എന്നാണ്. കൊടയത്തൂർ മലയെ വിളിക്കുന്ന പേരാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു കക്ഷി നമുക്കൊപ്പം ഉണ്ട്. സാർ, അങ്ങയുടെ പേര്? സാർ മൈക്ക് ജോസ്. അപ്പോൾ ജോസാർ ഞങ്ങളുടെ ഒരു ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ള ഞങ്ങളുടെ ഒരു മാഷുണ്ടായിരുന്നു, വിജയകുമാർ സാറിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ജോസ്, ഇത് ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണല്ലേ ഈ കൊടയത്തൂർ? വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. രണ്ട് പ്രത്യേകതകൾ പറഞ്ഞാൽ, ഒന്ന്, ഏത് പുതിയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടായാൽ അതിലൊന്ന് കേരളത്തിലുള്ള ദേശീയ പ്രസ്ഥാനം ഒരു പാരമ്പര്യമുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കൊടയത്തൂർ. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യം വേരുറപ്പിച്ചതിലൊരു സ്ഥലമാണ് മധ്യ കേരളത്തിൽ. ഇവിടെയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത്. ഇവിടെയാണ്, പഞ്ചായത്താണ്. ആണോ? അത് ഏകപക്ഷീയമായിട്ട്. അതാരാണ് അത്? അത് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. ആണോ? ആ കക്ഷി എന്താ? ആരാ പാപ്പച്ചൻ? അത് ശരി. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണ് താങ്കൾ അല്ലേ? മധ്യ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് വേരോട്ടമുണ്ടായ സ്ഥലങ്ങളിൽ ഒന്നാണ്. രാഷ്ട്രീയ തുടുപ്പുകൾ അറിയുന്ന മനുഷ്യരാണ്. പഴയ എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു, ഇപ്പോൾ ഇടുക്കിയുടെ ഭാഗം. അതെ, അന്ന് സഖാവ് കെ ടി ജേക്കബ് ആയിരുന്നു അവിടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് ചുമതലപ്പെടുത്തി. കെ ടി ജേക്കബ്. ഓക്കെ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവുമുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ച് പാലാ നാരായണൻ നായരുടെ കേരളം എന്നുള്ള കവിതയിൽ ഈ കൊടയത്തൂർ വിന്ധ്യനെ കുറിച്ച് പറയുന്നുണ്ട്. മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ വലിയ തണുപ്പൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. നല്ല ചൂടല്ലേ മൊത്തത്തിൽ? ചൂട്. അപ്പോൾ ചൂടുള്ളൊരു വാർത്തയിൽ നമ്മൾ തുടങ്ങാൻ പോകും. ശ്യാം ദേവരാജ് നമുക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഐക്യമുള്ള ഒരു പഞ്ചായത്ത്. രാഷ്ട്രീയ ഐക്യം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ടീപ്പോയ്ക്ക് ചുറ്റും ഒരു ചായ ഒരുമിച്ചിരിക്കുന്നത്. പോലും തമ്മിൽ സംസാരിച്ച ഒരു വഴക്കൂടെ. അത് ഞങ്ങൾ പോകുമ്പോഴേക്ക് തീർത്തു തരാം. ഇല്ല കേട്ടോ, സൗഹൃദത്തിൽ പറഞ്ഞതാ. ആശയപരമായ സംഘടന പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ ത്യാഗരാജൻ സംഘടന ഇവിടെ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാവത്തില്ല, ഇനിയൊന്നും ഉണ്ടാവില്ല. ആ ഐക്യമായിട്ടൊക്കെ പോകുന്നതാണ് നല്ലത് അല്ലേ അമ്പിളി? ശരി. അപ്പോൾ ഒരു വാർത്തയിലേക്ക് ഞാൻ